നമ്മൾ രാവിലെ ഇന്ന് റെഡിയായി. രാവിലെ നമ്മൾ പോകാൻ തുടങ്ങുവാണ്. സെൻറ്റ് മേരീസ് സ്കൂളിലേക്കാണ്. റാന്നിയിലെ നമ്പർ 1 സ്കൂളുകളിലൊന്നായ സെൻറ്റ് മേരീസ് സ്കൂളിലേക്കാണ്. അവിടെ സ്കേറ്റിംഗ് ക്യാമ്പ് നടക്കുന്നുണ്ട്. ആ ക്യാമ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സ്കേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാത്ത ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. അപ്പം നമ്മളോടൊപ്പം സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളും മാനേജിംഗ് ഡയറക്ടറുമായ ബൈജു പുത്തമ്പുരയ്ക്കൽ ഫാദറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഫാദർ നമസ്കാരം. ഞാൻ സെൻറ്റ് മേരീസ് സെൻട്രൽ സ്കൂളിൽ 2006 മുതൽ 2010 വരെ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചു. തുടർന്ന് ചക്കുവെള്ളത്തെ ഒരു സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും തുടർന്ന് അതിന് യൂണിവേഴ്സിറ്റിയും അഫിലിയേഷനും എല്ലാം വാങ്ങി. അതിനുശേഷം വീണ്ടും വേറൊരു സ്കൂളിലേക്ക് പ്രിൻസിപ്പാളും മാനേജറുമായിട്ട് പോവുകയും തുടർന്ന് BEd കോളേജിൽ പ്രൊഫസറായിട്ട് 6 വർഷം ശുശ്രൂഷ ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് സെൻറ്റ് മേരീസ് സ്കൂളിലേക്ക് വരുന്നത്. സെൻറ്റ് മേരീസ് സ്കൂളിൽ ഞാൻ വന്നിട്ട് ഇപ്പോൾ 10 മാസം കഴിഞ്ഞു. 11ാം മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് എൻ്റെ സെൻറ്റ് മേരീസ് സ്കൂളിലെ അനുഭവം. സെൻറ്റ് മേരീസ് സ്കൂളിൽ വന്നിട്ട് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കാര്യങ്ങൾ ചെയ്തു വരുന്നത്. അക്കാഡമിക് എക്സലൻസ് അത് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സ്കേറ്റിങ്ങിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുക. ക്വാളിറ്റി അഷ്വർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടിയുടെ സമഗ്രമായ വികസനം വിദ്യാഭ്യാസത്തിലൂടെ നടക്കണം എന്നുള്ളതിനെപ്പറ്റി വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് കായിക പരിശീലനവും അതോടൊപ്പം ക്യാമ്പുകളും അതിനോട് ചേർന്ന് സ്കേറ്റിംഗ് പോലുള്ള നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമുകളും സ്കൂൾ അറേഞ്ച് ചെയ്യുന്നത്. മറ്റുള്ള സ്കൂളുകളിലൊന്നും ഈ സ്കേറ്റിങ്ങിനെ അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഏകദേശം എത്ര വർഷമായിട്ട് ഇവിടെ സ്കേറ്റിങ്ങിൻ്റെ ക്ലാസ്സുകളും ക്യാമ്പുകളും ഒക്കെ നടക്കുന്നുണ്ട്? സ്കേറ്റിങ്ങിൻ്റെ ക്യാമ്പുകൾ 4 വർഷമായിട്ട് നമ്മളിവിടെ ക്രമപ്പെടുത്തുകയാണ്. ഈ 4 വർഷത്തിനുള്ളിൽ സ്റ്റേറ്റ് ലെവലിൽ പോയി സമ്മാനം വാങ്ങിയ അനേകം കുട്ടികൾ നമുക്കുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായിട്ട്. അതിലൂടെ കുഞ്ഞുങ്ങളുടെ ഡെവലപ്മെൻ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിലുള്ള കുഞ്ഞുങ്ങളുടെ വികസനം നമ്മൾ ലക്ഷ്യം വയ്ക്കുകയാണ്. ഇവിടുത്തെ ക്ലാസ് ടൈമുകൾ എങ്ങനെയാണ്? ഈ സ്കേറ്റിംഗ് ക്യാമ്പിൽ നമ്മൾ 8:30 മുതൽ 10:30 വരെയുള്ള പരിശീലനമാണ് നമ്മൾ കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് വീണ്ടും ഇവിടെ നിന്ന് പരിശീലനം നടത്തുവാനായിട്ടുള്ള ക്രമീകരണവും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഓപ്പൺ ഓഡിറ്റോറിയം ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വെയിൽ കൊള്ളാതെ ഇവിടെ നിന്ന് ഈ സ്കേറ്റിങ്ങിൽ പങ്കുകൊള്ളാനും സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാനും അവർക്കുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ അവധിക്കാലത്ത് സെൻറ്റ് മേരീസ് സെൻട്രൽ സ്കൂള് എല്ലാ വിഭാഗത്തിൽപ്പെട്ട സ്കൂൾക്കാർക്കും ഇവിടെ വന്ന് പഠിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഈ അവധിക്കാലത്ത് നമ്മൾ ക്രമപ്പെടുത്തി. അതിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ മാത്രമായിരുന്നില്ല, തൊട്ടടുത്തുള്ള സ്കൂളുകളിലെ പല സ്കൂളുകളിലെ കുട്ടികളും ഇവിടെ വന്ന് പങ്കെടുക്കുകയുണ്ടായി. അതിനോട് ചേർന്ന് 1 മാസത്തെ കായിക പരിശീലനമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. പ്രഭാതത്തിൽ 6:30 തുടങ്ങുന്ന കായിക പരിശീലനത്തിൽ സെൻറ്റ് മേരീസ് സെൻട്രൽ സ്കൂളിലെ കുട്ടികൾ മാത്രമല്ല, മറിച്ച് ഈ പ്രദേശത്തുള്ള കായിക വിദ്യാഭ്യാസത്തിൽ തൽപരതയുള്ള അനേകം പേരൻസ് കുഞ്ഞുങ്ങളെ കൊണ്ടുവിടുന്നുണ്ട് എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്. അതിനോട് ചേർന്ന് സ്കേറ്റിങ്ങും താല്പര്യമുള്ള കുട്ടികൾക്ക് വന്നു പഠിക്കുവാനുള്ള അവസരവും അതിനുള്ള വേദിയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇവിടെ സ്കേറ്റിങ്ങിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഈ കുട്ടികൾ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ മാത്രമല്ല, മറിച്ച് ഈ പ്രദേശത്തുള്ള നല്ലവരായ മാതാപിതാക്കളുടെ കുട്ടികളാണ്. പല സ്കൂളുകളിലായിട്ട് അവർ പഠിക്കുന്നുവെങ്കിലും അവർക്ക് ഈ സ്കൂൾ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്.
ടീച്ചറാണ്. ടീച്ചർ എന്താ ടീച്ചർ പേര്? എൻ്റെ പേര് ശ്രീകല. ഞാനിവിടെ 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ സ്കേറ്റിങ്ങിൻ്റെ ഇൻചാർജും കൂടിയാണ്. മോളൊരു സ്കേറ്റർ ആയിരുന്നത് കൊണ്ട് എനിക്ക് മോൾ സ്കേറ്റർ ആയിരുന്നോ? മോൾ സ്കേറ്റർ ആയിരുന്നു. എന്ത് ലെവൽ വരെ പോയിട്ടുണ്ടോ? അവള് നാഷണൽ ലെവൽ വരെ പോയിട്ടുണ്ട്. ഏത് ഇയർ? അവള് ഇപ്പോൾ 2020 വരെ അവൾ മത്സരത്തിനുണ്ടായിരുന്നു. ഇപ്പൊ ആ കുട്ടി എന്ത് ചെയ്യുന്നു? അവളിപ്പോൾ MSc പഠിക്കുന്നു. എവിടെ? അവൾ കൊല്ലം SNU. കൊല്ലം. അപ്പം ഇവിടെ സ്കേറ്റിംഗ് തുടങ്ങിയിട്ട് ഏകദേശം എത്ര നാളായി? സ്കൂളിൽ ഇപ്പം ഞങ്ങൾ 4 വർഷമായിട്ട് സ്കേറ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. തുടങ്ങിയിട്ട് ഇപ്പോൾ നിലവിൽ ഞങ്ങൾക്ക് 45ഓളം കുട്ടികളുണ്ട്. കോട്ടയത്ത് നിന്നുള്ള സുലൈമാൻ സാറാണ് ഞങ്ങളുടെ കോച്ച്. സെൻറ് മേരീസിലെ കുട്ടികൾ മാത്രമല്ല, ഔട്ട്സൈഡിൽ നിന്നുള്ള കുട്ടികളും പങ്കെടുക്കുന്നുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭയങ്കര സപ്പോർട്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പേരൻസ്, അത് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എല്ലാ ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഈ സ്കേറ്റിംഗ് ഈ സമ്മർ ക്യാമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നും ധൃതി പിടിക്കരുത്. നമുക്ക് ഇത്ര ധൃതി എന്തുവാ? എന്താ സാറേ പേര്? എൻ്റെ പേര് പ്രിൻസ്. എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു അധ്യാപകനാണ്. ഏത് സ്കൂളിലെ? തടിയൂർ കാർമൽ സ്കൂളിലെ മലയാള അധ്യാപകനാണ്. ഇപ്പോഴേ ഈ കഴിഞ്ഞ 18-ാം തീയതി മുതൽ ആരംഭിച്ച ഈ അവധിക്കാല സ്കേറ്റിംഗ് കോഴ്സിലേക്ക് എൻ്റെ മകനുമായിട്ടാണ് ഞാൻ ഇവിടേക്ക് കടന്നു വന്നത്. വളരെ നല്ല നിലവാരം പുലർത്തുന്ന ഒരു ക്യാമ്പായിട്ടാണ് എനിക്കിത് മനസ്സിലായത്. ഇവിടെ കോച്ചിങ് തരുന്ന സാറ് വളരെ മനോഹരമായ രീതിയിൽ കുട്ടികളെ കൃത്യമായിട്ട് കണ്ടെത്തുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനം നൽകുകയും ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് സാധിച്ചു. നല്ല ഒരു ഗ്രൂപ്പ് കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ ഈ ഒരു ക്യാമ്പ് നല്ല നിലവാരം പുലർത്തും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും എല്ലാ ആശംസ അറിയിക്കുകയും ചെയ്യും. സാറായതുകൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു സ്കേറ്റിങ്ങിന് നല്ല ചാൻസ് ഉള്ളൊരു മേഖലയാണോ? വോളിബോളോ ഫുട്ബോളോ ഒക്കെ പോലെ തന്നെ? തീർച്ചയായിട്ടും ഇതൊരു ഇൻഡിവിജ്വൽ ഐറ്റം ആയതുകൊണ്ട് ഇതിന് കൂടുതൽ പ്രാധാന്യമുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ ഇങ്ങനെ കണ്ടുവരുന്നു. അപ്പം സ്പോർട്സ് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കുട്ടികൾക്ക് പോകുന്നതിന് ഈ ഒരു വിഭാഗത്തിലേക്ക് പ്രത്യേകിച്ച് കുട്ടികളെ വളരെ റെയർ കുട്ടികൾ മാത്രമേ ഇതിൽ തിരഞ്ഞെടുക്കുന്നു. പക്ഷേ നല്ല രീതിയിൽ അത് ചെയ്യുന്നത്, അതിനോട് കൂടുതൽ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നു. ഇവിടെ തന്നെ നേരത്തെ പരിശീലനം ചെയ്ത കുട്ടികൾ ഇവിടെ അത് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനോട് നല്ല താല്പര്യമുള്ള കുട്ടികളുണ്ട് എന്നത്. ഇത് ചെറുപ്രായം മുതൽ, അതായത് ഏതാണ്ട് KG മുതലുള്ള കുട്ടികൾ ഇവിടെ പരിശീലനത്തിൽ ഏർപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല നിലവാരം പുലർത്തുന്നതായിട്ടാണ് നമ്മുടെ അഭിപ്രായം. എന്താ ചേച്ചി പേര്? എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഇവിടെ തന്നെ വന്നേ? മോനെ സ്കേറ്റിങ്ങിന് ജോയിൻ ചെയ്യിക്കാൻ വന്നതാണ്. അപ്പം കഴിഞ്ഞ ആഴ്ചയാണ് ജോയിൻ ചെയ്യിച്ചത്. അപ്പോൾ മോനെ എന്തെങ്കിലും പുതിയ ക്യാമ്പിലല്ലേ? പുതിയ ക്യാമ്പിൽ ജോയിൻ ചെയ്തു. ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, അപ്പോൾ വെറുതെ ഇരിക്കില്ല. അപ്പോൾ മോനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ് ചെയ്യിക്കണം എന്നുള്ള ഒരു താല്പര്യപ്രകാരം അങ്ങനെ ജോയിൻ ചെയ്യിച്ചതാണ്. അപ്പം ചേർത്ത് കഴിഞ്ഞപ്പോൾ അവന് ഇൻട്രസ്റ്റ് ആണ്, താല്പര്യമാണ് എല്ലാ ദിവസം വരാനും. എല്ലാ ദിവസവും രാവിലെ കൊണ്ടുവരും, ക്ലാസ് കഴിഞ്ഞ് കൊണ്ടുപോകത്തുള്ളൂ അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ ക്ലാസ്സുകളെ പറ്റി? നല്ല ക്ലാസ് കേട്ടോ. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ പയ്യൻ? ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ട് വരുമായിരുന്നു. എത്ര പഠിക്കുന്നതാണ്? അവന് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കും. ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. എവിടെ പഠിക്കുന്നത്? അടൂർ മണക്കാല സ്കൂളിൽ ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇംഗ്ലീഷ് സ്കൂളിൽ സ്കേറ്റിങ്ങിനെ പറ്റി കണ്ടത്. അപ്പോൾ അവന് ചേർത്ത് അവന് ഇൻട്രസ്റ്റ് ആണ്. സാറാണേലും കൂടെയുള്ള കുട്ടികളുടെയൊക്കെ പേരൻസ് ആണെങ്കിലും വളരെ സപ്പോർട്ടീവാണ്. അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തിനുള്ള സർട്ടിഫിക്കറ്റാ? സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തതിന്റെ സർട്ടിഫിക്കറ്റ്. ഇവിടുന്ന് പങ്കെടുത്ത സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തതിന്റെ ഉണ്ട്. ഡിസ്ട്രിക്ട് ലെവലിൽ പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് ലെവലിൽ
വടകര വെച്ച് നടന്ന സ്റ്റേറ്റ് മീറ്റില് ശ്രീഹരി പ്രിയ അമണി കൃഷ്ണ എന്തോ വെച്ചാൽ പേരെന്തോ വെച്ചാ? ജോർജ് അബ്രഹാം. എവിടെ വീട്? എത്ര നാളായിട്ട് മക്കളെയും കൊണ്ട് ഇവിടെ വരുന്നുണ്ട്? മക്കളാണോ അതോ കൊച്ചുമക്കളാണോ? ആ, എത്ര നാളായിട്ട് വരുന്നുണ്ട്? ഇപ്പം ഒരാഴ്ചയാണ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യത്തെ 2 വർഷം മുമ്പ് വന്നായിരുന്നു ഫസ്റ്റ് സ്റ്റേജിൽ. പിന്നെ 2 വർഷം കോവിഡായിട്ട് വന്നിട്ടില്ല. ഇപ്പം ഒരാഴ്ചയായിരുന്നു. എങ്ങനെയുണ്ട് മകൻ? നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ വോളിബോളോ ഫുട്ബോളോ ബാസ്കറ്റ് ബോളോ അങ്ങനെയുള്ള കായിക രംഗത്ത് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷേ ഈ ഒരു സ്കേറ്റിംഗ് അങ്ങനെ ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും അറിയത്തില്ല. അതിൻ്റെ ആ സാധ്യതകളൊക്കെ എങ്ങനെയാണ്? സാധ്യതകളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ അതിൻ്റെ സാധ്യത എങ്ങനെയാണ്. ഇതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ വോളിബോളും ബാസ്കറ്റ് ബോളും ഞാൻ നേരത്തെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതയെക്കുറിച്ച് എനിക്കറിയാം. എനിക്കറിയത്തില്ല. ഇപ്പം തുടങ്ങിയെന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പ് തുടങ്ങിയതാണ്. മക്കൾക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമാണ് അല്ലേ? മകന് ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. എന്താ പേര്? എൻ്റെ പേര് ജോസഫ്. ജോസഫ്. എവിടെ വീട്? കാട്ടൂരാണ് വീട്. കോഴഞ്ചേരി കാട്ടൂർ. കോഴഞ്ചേരി കാട്ടൂർ. ആ, ഇവിടെ മക്കളെ കൊണ്ട് വന്നതാണ്. അതെ അതെ അതെ. ഒരു മോളുണ്ട്. എത്ര വർഷമായിട്ട് പഠിക്കുന്ന? മോളിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ആ, UKG-ലാണ്. UKG-ലാണ്. ഇന്നുപോലെ സ്കൂളിൽ നിന്ന് ഇന്നുപോലെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് താല്പര്യമുണ്ട്. പക്ഷേ കുഞ്ഞിനും അങ്ങനെ ഒരു താല്പര്യമായിട്ടും. അപ്പോൾ ഈ പ്രാക്ടീസ് തുടങ്ങിയിട്ട് എത്ര ദിവസമായിട്ട് വരുന്നുണ്ട്? 18-ാം തീയതിയാണ് തുടങ്ങുന്നത്. ആ, അതുകൊണ്ട് കണ്ടിന്യൂ ഉണ്ട്. കണ്ടിന്യൂ.
നമ്മുടെ സെൻറ്റ് മേരീസിലെ സ്കേറ്റിങ്ങിൻ്റെ ഏറ്റവും സീനിയർ സ്റ്റുഡൻറ്റിൻ്റെ പിതാവാണ് ചേട്ടൻ. റാന്നി വർക്ക്ഷോപ്പ് നടത്തുവാണ്. ചേട്ടൻ എന്താണ് ചേട്ടൻ്റെ മകൻ ഇത്രയും നല്ല രീതിയിൽ ഇപ്പം ഏതോ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ലേ? നാഷണൽ ലെവലിലുള്ള അല്ലേ? 9 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തു. എല്ലാ സ്റ്റേറ്റും ഡിസ്ട്രിക്റ്റും പങ്കെടുത്തു. 3 വർഷം അടുപ്പിച്ച് സ്റ്റേറ്റ് പങ്കെടുത്തു. സ്റ്റേറ്റ് ലെവലിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയാൻ വെച്ചാൽ കോളേജ് അഡ്മിഷനൊക്കെ വരുമ്പോൾ മുൻഗണനയുണ്ട്, ഗ്രേസ് മാർക്കുണ്ട്. സുരേഷ് ആദ്യം തന്നെ അവനെ കൊടുത്ത കോളേജിലെല്ലാം അഡ്മിഷൻ വിളിച്ച് റാന്നിക്കോട് അഡ്മിഷൻ എടുത്തു. ഇത് നല്ലൊരു ഗെയിമാണ്. പിള്ളേർക്ക് ധൈര്യവും ശരീരത്തിന് ഗുണവും നല്ല ധൈര്യം കിട്ടുന്നൊരു സ്പോർട്സ് തന്നെയാണ്. ഇതിനകത്ത് ഇത് എത്രയും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പപ്പയാണ് എന്നെ എല്ലായിടത്തും കൊണ്ടുവന്നതും. കുഞ്ഞിലെ പഠിക്കുമ്പോൾ തൊട്ടേ ഇവിടെ ആയാലും പത്തണ്ടായാലും പിന്നെ സ്റ്റേറ്റ് ഇപ്പം കോഴിക്കോട് വരെ പപ്പയാണ് 3-4 ദിവസം അവധി എടുത്ത് വരും. അദ്ദേഹം വലിയ തിരക്കുള്ള ഒരാളാണ്. ആ തിരക്കൊക്കെ മാറ്റി എനിക്ക് ഇവിടെ നമ്മൾ സെൻറ്റ് മേരീസ് സ്കൂളിൽ നടക്കുന്ന ഒരു ക്യാമ്പിന് പോലും അദ്ദേഹം രാവിലെ തൊട്ട് വരുവാണ്. നല്ലൊരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ് അല്ലേ? ആ തിരക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് അലന് വേണ്ടി അദ്ദേഹം ചിലവഴിക്കുകയാണ്. നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്ന പ്രോത്സാഹനങ്ങൾ ചെയ്തു കൊടുക്കുക. അവന് ഈ ഗെയിമിനോട് താല്പര്യം വന്നു. ആ ഗെയിമിന് വേണ്ടി നമ്മളും ഇങ്ങനെ സ്വന്തം ജോലിയൊക്കെ ഒഴിഞ്ഞ് നിൽക്കുന്ന ഒരാളെ കണ്ടിട്ടില്ല. കാര്യം ഇത് പിള്ളേർ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് ഭാവിയിൽ ഗുണം ചെയ്യും. ഇപ്പോഴാണെങ്കിൽ തന്നെ കോളേജ് അഡ്മിഷൻ വന്നു. ഇപ്പോൾ സ്കൂൾ അഡ്മിഷൻ ആകുമ്പോൾ ഇത് കിട്ടും. ഈ സ്കൂളിൽ പഠിക്കുന്ന +1 തൊട്ടുള്ള പിള്ളേർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നതാണ്. പിന്നെ ഭാവിയിൽ അടുത്ത പഠിത്തത്തിനാണെങ്കിലും ജോലിക്കാണെങ്കിലും എല്ലാം സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊരു ബേസ്. പിന്നെ ആ കാര്യം മനസ്സിലായിട്ടുണ്ട്. കാര്യം ഞാൻ അനുവസന എനിക്ക് അഡ്മിഷനോട് കൂടി അല്ല ഇതിനു മുമ്പ് അഡ്മിഷനുണ്ട്. കാര്യം ഞാൻ കുറച്ച് വർഷമായിട്ട് ഇതിന് നടക്കുന്നുണ്ട്. പത്തനംതിട്ടയും മറ്റു സ്ഥലങ്ങളിലും അഡ്മിഷൻ എടുക്കുമ്പോൾ ഓരോ പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടുന്നത് എനിക്കറിയാം. പിന്നെ നമുക്കിതിനോട് താല്പര്യം, അഡ്മിഷൻ തന്നെയല്ലോ നല്ലൊരു താല്പര്യം. അതുകൊണ്ടാണ് ഫുൾ സപ്പോർട്ട് കൊടുത്ത് കൊണ്ടുപോവുക. സ്റ്റേറ്റ് ലെവലിൽ. കാര്യം നമുക്കിവിടെ നല്ലൊരു കോച്ചിങ് ചെയ്യാനുള്ള സ്ഥലങ്ങളില്ല. ആ സ്ഥലങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും സ്കേറ്റിങ്ങിന് പ്രത്യേകിച്ചൊരു സ്ഥലമില്ല. ഇവിടെ ആകെ കുറച്ച് ഫുട്ബോളിനുള്ള സ്ഥലങ്ങളേ ഉള്ളൂ. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ചോദിച്ചോ. വളയം പിടിക്കുന്നതുകൊണ്ടാണോ വീലുകളോട് ഇത്ര താല്പര്യം? ആകാം. സ്വന്തം മകനെ വീല് തന്നെ അത് തന്നെയാകാം. ഞാൻ സുലൈമാൻ. ഞാൻ സ്റ്റേറ്റ് അസോസിയേഷൻ്റെ കോച്ച്. ഞാൻ 1984 പിന്നെ ഈ റോൾ സ്കേറ്റിംഗ് പഠിച്ചു തുടങ്ങിയത്. 1984 എൻ്റെ കോച്ച് പ്രേം സെബാസ്റ്റ്യൻ എന്ന് പറയും. അതായത് മുമ്പ് RSF അന്ന് സ്കൂളിലൊന്നും ഇല്ല. ഇത് ശംഖുമുഖത്തൊരു ക്ലബ്ബുണ്ടായിരുന്നു. ശംഖുമുഖത്ത്. ഞാൻ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ പൂജപ്പുരയാണ് താമസിക്കുന്നത്. എൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞാൽ ശംഖുമുഖ. അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ പൂജപ്പുരയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലല്ല, ഞാൻ ഒരു 2000 മുതൽ കോട്ടയം ജില്ലയുടെയും പത്തനംതിട്ട ജില്ലയുടെയും കോച്ചാണ്. അപ്പോൾ ഞാൻ ഈ 2000 മുതൽ കോട്ടയത്താണ് താമസിക്കുന്നത്. ഏകദേശം ഇപ്പോൾ എൻ്റെ മെമ്മറി ഇപ്പോൾ ശരിയാണെങ്കിൽ 24-25 വർഷം ഞാൻ കോച്ചിങ്ങിലോട്ടാണ്. ഉണ്ട്. ഇപ്പോൾ 2014 ശേഷം സപ്പോർട്ടുണ്ട്. 2014 ഈ സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ഇതിന് അഫിലിയേഷൻ തന്നിട്ടുള്ളത്. അതിനു മുമ്പേ അങ്ങനെയുള്ളവർ ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 1984 എന്ന് പറയുമ്പോൾ സാറിന് ഏത് ഏജിലാണ് സാർ ഇത് പഠിക്കാൻ? എൻ്റെ 11-12 വയസ്സ് ആ ടൈമാണ്. ആ ഒരു ടൈമിൽ എത്ര വർഷം വരെ? ഞാൻ 84 തുടങ്ങിയിട്ട് 86 മുതൽ ഏകദേശം 98 വരെ ഞാൻ ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. 96 ഏത് ലെവൽ വരെ പോയിട്ടുണ്ട്? ഞാൻ നാഷണൽ 4 പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു നാഷണലിൽ പിന്നെ റിലേക്ക്, അതായത് 5000 മീറ്റർ റിലേക്ക് ഞങ്ങൾക്ക് ഗോൾഡ് കിട്ടിയിട്ടുണ്ട് കേരള ടീമിന്. അത് വന്നിട്ട് 1992. ഏത് സ്കൂളിലായിരുന്നു? സ്കൂളില്ല, അന്ന് സ്കൂളിലൊന്നുമില്ല. ഇത് ക്ലബ് വൈസിൽ നമ്മൾ പഠിച്ചു വരുന്നതാണ്. ഇപ്പോഴും ക്ലബ് വൈസാണ്. അല്ല, ഇപ്പോൾ കുറേ കാലം കൊണ്ട് സ്കൂളിലൊക്കെ സംഭവമുണ്ട്. അന്നത്തെ കാലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാനിവിടെ റാന്നിയിൽ
12-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിവിടെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ഇതിൽ ഒരാളുകൾ അലെന്നൊന്നും പറഞ്ഞിട്ട് ഞാൻ അന്ന് സ്റ്റാർട്ട് ചെയ്ത് അലെന്ന് പറഞ്ഞ ഒരു കുട്ടി മാത്രമേ ഇതിനകത്തുള്ളൂ. ബാക്കി അപ്പോൾ 2012, 13, 14 വരെ ഞാൻ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കോട്ടയം ഇവിടെയായിട്ട് വരാനുള്ള സമയത്തിൻ്റെ കുറവുണ്ട്. പിന്നെ എൻ്റെ അസിസ്റ്റൻറ്റുമാരെ ഏൽപ്പിച്ചു. ഒന്ന് ജിത്ത്, ഒന്ന് ജുനൈദ്, പിന്നെ ഒരു അജിമോൻ ചങ്ങനാശ്ശേരി, ഇവരൊക്കെ വന്ന് ഇത്രയും വർഷം എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ ഈ വർഷം സ്റ്റേറ്റ് അസോസിയേഷൻ നേരിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ റാന്നിയിൽ ഒരു ക്യാമ്പ് വരുന്നുണ്ട്, താൻ തന്നെ അത് കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞ് അതിൻ്റെ പേരിലാണ്. എനിക്കിപ്പോൾ സമയം വളരെ കുറവാണ്. കാര്യം ഇനി ഇവിടെ നിന്ന് ഓടി കോട്ടയത്ത് പോകണം, അല്ല പത്തനംതിട്ട പോകണം, പത്തനംതിട്ട ഓടി കോട്ടയത്ത് പോകണം. അപ്പോൾ ഈ അസോസിയേഷൻ നേരിട്ട് പറഞ്ഞത് കൊണ്ട് ഇനിയും കുട്ടികൾക്ക് നല്ല നല്ല വേദികൾ ഉണ്ടാവുമെന്നാണോ സാർ പറയുന്നത്? തീർച്ചയായിട്ടും ഉണ്ടാകും. ഇപ്പോൾ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചതിന് ശേഷം നല്ല അവസരമാണ് കുട്ടികൾക്ക്. കോളേജിലായാലും മറ്റുള്ള സ്ഥലത്തായാലും അഡ്മിഷൻ കിട്ടാനും എളുപ്പമുള്ളൊരു സ്പോട്ടായത്. ഗ്രേസ് മാർക്ക് കൊടുക്കുന്നുണ്ട്. അതിന് വലിയൊരു തെളിവാണ് എൻ്റെ സ്റ്റുഡൻറ്റ് അലൻ. അയാൾ ഒരു 5-6 വർഷം കൊണ്ട് എൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ ഗ്രേസ് മാർക്കിൻ്റെ കോളേജിൽ പിന്നെ അഡ്മിഷൻ കിട്ടിയത് ഗ്രേസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ ബികോം. ഈ സ്കേറ്റിങ്ങിൻ്റെ ആ ഒരു ഇതിൽ തന്നെയല്ലേ അഡ്മിഷൻ കിട്ടിയത്? സ്കേറ്റിങ്ങിൻ്റെ തന്നെ സ്റ്റേറ്റ് പോയിൻ്റ് അപ്പോൾ സ്പോർട്സിലും വെച്ചു. സ്പോർട്സ് കോട്ട്. എൻ്റെ പേരെന്താ? അലൻ. എത്ര നാളായിട്ട് അലൻ ഇത് പഠിക്കുന്നുണ്ട്? ഞങ്ങൾ 8-9 വർഷം. ഇപ്പം ജൂനിയറോ സീനിയറോ? സീനിയറോ. ഇപ്പം എന്താ പഠിക്കുന്നത്? ഇപ്പം ഞാൻ ബികോം ഡിഗ്രി പഠിക്കുക. എവിടെ പഠിക്കുന്നത്? ഇവിടെ റാന്നി സെൻട്രൽ കോളേജ്. 8 വർഷമായിട്ട് പഠിക്കുന്നുണ്ട്. സെൻറ് മേരീസ് തന്നെയാണോ പഠിക്കുന്നതോ? അല്ല, ഞാൻ നേരത്തെ റാന്നിക്ക് ഇവിടെ ഒരു കോച്ചിങ് ഉണ്ടായിരുന്നു. ഈ സുലൈമാൻ സാർ അതിന് കോച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു. ഇപ്പോൾ പിന്നെ ഇവിടെ സെൻറ് മേരീസ് സ്കൂളിൽ തുടങ്ങി കണ്ടിന്യൂ ചെയ്യുന്നു. ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു. 3 വട്ടം സ്റ്റേറ്റിൽ പോയി. എത്ര മീറ്റ് പങ്കെടുത്തിട്ടുണ്ട് ഇതുവരെയായിട്ട്? മൊത്തം 3 മീറ്റ്. അത് നാഷണലോ സ്റ്റേറ്റോ? സ്റ്റേറ്റ് ലെവലോ. സെൻറ് മേരീസ് സെൻട്രൽ സ്കൂള് 42 വർഷമായി റാന്നി പ്രദേശത്തിന് മുഴുവൻ ചിലവുക്കുറിയായി വിദ്യാഭ്യാസത്തിൻ്റെ നുറുങ്ങുവെട്ടം എല്ലാവർക്കും പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ വിദ്യാഭ്യാസ മേഖല മുഴുവൻ അടിമുടി മാറുമ്പോൾ പുതിയ വിദ്യാഭ്യാസ നയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കുട്ടികളുടെ സമഗ്രമായ വികസനം ഉറപ്പാക്കുന്ന പാഠ്യ പഠന പ്രവർത്തനങ്ങൾ ക്രമപ്പെടുത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ക്ലാസ്സുകളിലേക്കും എൻട്രൻസ് കോച്ചിങ് നമ്മൾ സ്കൂളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ടീച്ചേഴ്സ് തന്നെ കുട്ടികളെ എൻട്രൻസ് കോച്ചിങ്ങിന് ക്ലാസ് റൂമുകളിൽ ഒരുക്കുകയും തുടർന്ന് എല്ലാ ശനിയാഴ്ചയും അത് നിർവഹിക്കുകയുമാണ്. അതുകൂടാതെ ക്ലാസ് റൂമുകൾ ഡിജിറ്റലൈസ് ചെയ്യുകയും സിറ്റുവേഷൻ ബേസ്ഡ് ക്ലാസുകൾ നൽകുകയും റീസണിങ്ങിന് പ്രത്യേകമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആപ്റ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതായ ക്ലാസുകൾ അടുത്ത വർഷം നമ്മൾ രൂപവൽക്കരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആക്ടിവിറ്റി ഓറിയന്റഡ് ചൈൽഡ് സെന്റേഡ് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ സ്വപ്നം കാണുമ്പോൾ അത് ക്ലാസ് റൂമുകളിൽ ആക്ച്വലൈസ് ചെയ്ത് അതിൻ്റെ നന്മ കുട്ടികൾക്ക് ലഭിക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞു. സ്കൂള് പുതിയ അധ്യയന വർഷത്തിലെ കുട്ടികളെ സ്വീകരിക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ബസ് അതിൻ്റെ പൂർണ്ണതയിൽ ഓടുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞു. ക്ലാസ് റൂമുകൾ എല്ലാം ഭംഗിയാക്കി ഡിജിറ്റലൈസ് ചെയ്ത് അത് കുട്ടികളുടെ ഉപയോഗത്തിനായിട്ട് ക്രമപ്പെടുത്തിയിരിക്കുകയാണ്. നല്ല ഒരു അധ്യയന വർഷം അടുത്ത വർഷം മാതാപിതാക്കൾക്കും
അതോടൊപ്പം കുട്ടികൾക്കും ഉണ്ടാകട്ടെ എന്നും നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാമെന്നും ഒന്നിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വികസനം നമുക്ക് ഉറപ്പാക്കാൻ പറ്റുമെന്നും പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ ഭാരതം ലക്ഷ്യം വയ്ക്കുന്ന വിദ്യാഭ്യാസ നന്മ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംലഭ്യമാക്കുവാനും കോമ്പറ്റേറ്റീവ് വേൾഡിൽ പിടിച്ചു നിൽക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുവാൻ നമുക്കൊന്നിച്ച് നിൽക്കാം. എല്ലാവർക്കും എല്ലാ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ഏറെ സ്നേഹത്തോടു കൂടി ആശംസിക്കുന്നു.